എല്ലാവർക്കും നമസ്കാരം. കേരള ഹിസ്റ്ററിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള കീഴറിയൂർ ബോംബ് കേസിനെ പറ്റി നോക്കാം. കീഴറിയൂർ ബോംബ് കേസ് വർഷം 1942. കൊച്ചിയിലും മലബാറിലുമായിട്ട് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷമാണ് 1942. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. മലബാറിൽ നടന്ന ഒരു സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. കീഴറിയൂർ ബോംബ് സ്ഫോടനം നടന്നത് 1942 നവംബർ 17. കീഴറിയൂർ ബോംബ് സ്ഫോടനം നടന്ന തീയതി 1942 നവംബർ 17. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോൻ കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ്. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികളാണ് ഡോക്ടർ കെ ബി മേനോൻ, കുഞ്ഞിരാമ കിടാവും ഡോക്ടർ കെ ബി മേനോനും കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായത്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം സ്വതന്ത്ര ഭാരതം. അടുത്ത ചോദ്യം, ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന നടന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായ വ്യക്തികൾ 27. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആകെ 27 വ്യക്തികൾ അറസ്റ്റിലായി. കീഴറിയൂർ ബോംബ് കേസിൽ കെ ബി മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടങ്കലിലേക്ക് ആയവർ 13 പേരാണ്. കെ ബി മേനോൻ ഉൾപ്പെടെ 13 പേർ ആജീവനാന്ത തടങ്കലിൽ ആയിട്ടുണ്ട്. കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ബി മേനോനാണ്. കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ ബി മേനോൻ. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവ നായർ. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി വി എ കേശവൻ നായർ. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും കത്ത് ലഭിച്ച നേതാവ് കെ ബി മേനോനാണ്. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും കത്ത് ലഭിച്ചത് കെ ബി മേനോൻ. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ 9. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ മാസം 9. നവംബർ 9 ബോംബ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ നവംബർ 17 ബോംബ് സ്ഫോടനം നടന്നത്. നവംബർ 9 ബോംബ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ നവംബർ 17 ബോംബ് സ്ഫോടനം നടത്തിയത്. കീഴറിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം. കീഴറിയൂർ ബോംബ് കേസിനെ പറ്റി പറയുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. കീഴറിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കീഴറിയൂർ ബോംബ് കേസിനെ പറ്റിയാണ് പ്രധാനമായും നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.